ഓക്കെ ഓക്കെ ഞാൻ അതൊക്കെ വന്നോട് ഞാൻ ഓട്ടോ വിളിച്ച് ഞാൻ വരാം ഇജ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം ചേട്ടാ ആ ഹോസ്പിറ്റലിലേക്ക് വിട്ടാണ് ഓക്കെ ഓക്കെ ഞാൻ അത് വന്നോടുക്കാം ഇവിടെ ഓക്കെ എത്രയാണ് 500 രൂപ 500 രൂപ ആ 500 രൂപ നോക്കേ കാണാ ഏതാ ഇതുപോലത്തെ രണ്ടാളെ കിട്ടി ഇന്നത്തെ ദിവസം അടിപൊളിയായി 2 ദിവസം ഒരു ഹോസ്പിറ്റലിൽ കയറി ചൊറയല്ലേ ഇനി ഇപ്പൊക്കെ റെഡിയായി കുഴപ്പമൊന്നുമില്ല ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ഓക്കെ സർസാനൊക്കെ നല്ല എന്താ എൻ്റെ ചുറ്റുപാടൊക്കെ കഴിഞ്ഞോ സെറ്റ് ആ ഫൈസലേ പിന്നെ ഇവിടുന്ന് കുഞ്ചത്തറയോട് നിന്ന് കീശ്ശേരി ഹോസ്പിറ്റലിലേക്ക് എന്താ ചാർജ് വരുന്നത് കീശ്ശേരി ഹോസ്പിറ്റൽ ആ ഓട്ടോ ചാർജ് ആ ഓട്ടോ ചാർജാ 300 രൂപയാണ് അങ്ങോട്ട് ചാർജ് ഇജെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഇയാൾ ഇന്നലെ ആ ചെക്കൻ 500 രൂപ വാങ്ങി 500 രൂപ എന്നോട് ആ അത്ര വാടക ഒന്നും കീശ്ശേരിക്കില്ല ആരാ എന്നോട് അത്ര വാടക വാങ്ങിയത് എടാ ഒരു ആപ്പ് വണ്ടിക്കാരനാ ആപ്പ് വണ്ടി ഇവിടെ ഒരാൾക്കുള്ളൂ അത് സലീമിൻ്റെ വണ്ടിയാണല്ലോ അത് ഞാൻ അറിയണ ആളാണ് എടാ എന്നാലും അത്രയൊക്കെ തോന്നെ വാടക വാങ്ങാന്ന് പറയുമ്പോൾ ഇജ് വന്നാൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ഇജ് വാ നിക്ക് സലീമിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് ഞാൻ ചോദിച്ചോടിച്ച് ഇവിടെ മാറിക്കിട്ടോ സലീമേ ആ ഫൈസലേ പറയ് കുന്തലകടവിന്ന് കീശ്ശേരിക്ക് എത്ര വാടക എനിക്കറിയണല്ലേ സാധാരണ 300 രൂപ എന്നല്ല വാങ്ങല് ആ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം മാറൂഫേ ഇവിടെ ഒന്നാ അങ്ങനെ അറിയോ ആ നിങ്ങളോ ഫൈസലേ ആ ഇത് പ്രശ്നമാക്കണ്ട അയാളെ പൈസ തിരിച്ചു കൊടുക്ക് കേട്ടോ അത് പിരിച്ചു വിട് പോലെ നിൽക്കേ ഞാൻ അന്ന് അത്ര അർജൻറ്റ് കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് ഇമാതിരി ചെറ്റത്തറ ജിന്നോട് കാണിച്ചത് എന്ത് പണി കാണിച്ചത് അന്നെ പോലത്തെ ആൾക്കാരാണ് ഈ ഫീൽഡിനെ തന്നെ നശിപ്പിക്കുന്നത് ഒരുപാട് നല്ല കുടുംബങ്ങൾ ഇതേമാതിരി ഈ ഓട്ടോ ഓടി ജീവിതം കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ഇതുമാതിരി ചെറ്റത്തറ പരിചയമില്ലാത്ത ആൾക്കാരോട് ഇമാതിരി പണി കാണിച്ചിട്ടുണ്ടല്ലോ അന്നിക്ക് ഞാൻ തല്ലു പരിചയമില്ലാത്ത ആൾക്കാരോട് ഇമാതിരി ചരിത്രം കാണിച്ചിരുന്നു കേട്ടോ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്